അത് നാളെ കുർബാന ഭക്തിയോടെ കാണുന്നതിനുള്ള ഒരു സഹായമായി തീരുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഗലീലയിലെ കാനായിൽ വച്ച് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം അടയാളം പ്രവർത്തിച്ചു. അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിച്ച് അതിന് സാരാംശം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ വേണ്ട ശക്തി ലഭിക്കുവാനും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യഹൂദരുടെ കാല് കഴുകുന്നതിന് വേണ്ടി വെച്ചിരുന്ന വെള്ളം ആയിരുന്നു അത്. 6 കൽഭരണികൾ. അതിഥികൾ വന്ന് കാല് കഴുകി വെള്ളമെല്ലാം ഏതാണ്ട് തീർന്നിരുന്നു. അതുകൊണ്ടാണ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് കർത്താവ് പറഞ്ഞത്. അത് നിറച്ചു കഴിഞ്ഞപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. വലിയ പ്രാർത്ഥനകളോ ആംഗ്യങ്ങളോ ചേഷ്ടകളോ ഒന്നും കർത്താവ് കാണിക്കുന്നതായി കാണുന്നില്ല. ഇനി പകർന്നെടുത്ത് കലവറക്കാരന് കൊണ്ടുവന്ന് കൊടുക്കുകയും ആ പരിചാരകരോട് കർത്താവ് കൽപ്പിച്ചതാണ്. അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. കർത്താവിൻ്റെ പ്രത്യേകമായ അത്ഭുതം സൂചിപ്പിക്കുന്നത് അവിടുത്തെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതിലൂടെ നമ്മൾ എന്തു വലിയ വ്യത്യാസമാണ്, മാറ്റമാണ് കർത്താവ് വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാനും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാനും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാനുമാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും അവിടുന്ന് അത് സാധിക്കുകയും ചെയ്തു. ഈ അത്ഭുതം, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം, ഇത് അവിടുത്തെ ആദ്യത്തെ അത്ഭുതമാണെന്ന് പറയുന്നു. അവസാനത്തേതാകട്ടെ അന്ത്യത്താഴ് സമയത്ത് വീഞ്ഞ് അവിടുത്തെ രക്തമാക്കി മാറ്റിക്കൊണ്ടാണ്. വെള്ളം വീഞ്ഞാക്കുന്നു, വീഞ്ഞ് രക്തമാക്കുന്നു. അപ്പോൾ രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെയും
നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെയും പാത കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഈ സംഭവത്തിലൂടെ കർത്താവ് സൂചിപ്പിക്കുകയാണ്. ആ വെള്ളം പകർന്നു കൊണ്ടുചെന്നപ്പോൾ കലവറക്കാരൻ പറയുന്നത് ഇതെന്താണ്? സാധാരണയായി നല്ല വീഞ്ഞ് ആദ്യം വിളമ്പും, നേരത്തെ വീഞ്ഞ് കുടിച്ച് എല്ലാവരും മത്തി പിടിച്ച് കഴിയുമ്പോഴാണ് കുറേ താഴ്ന്ന തരം വീഞ്ഞ് അവർക്ക് കൊടുക്കുക. എന്നാൽ നിങ്ങൾ സംഭരിച്ചിരുന്ന വീഞ്ഞ് തീരുവോളം ഈ നല്ല വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് മാറ്റിവെച്ചിരുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം കർത്താവോടെ നൽകിയത് വെള്ളം വീഞ്ഞാക്കിയതാണെങ്കിലും അതിന് ഗുണമേന്മയും ഒട്ടും പിന്നോക്കമായിരുന്നില്ല. മറ്റു വീഞ്ഞിനേക്കാൾ ശക്തമായതായിരുന്നു, വീര്യമേറിയതായിരുന്നു. കർത്താവിൻ്റെ പ്രത്യേകമായ കടാക്ഷത്തിന് വിഷയീഭവിച്ചപ്പോൾ ആ വീഞ്ഞ് അതിന് നിറം മാറുന്നു, അതിന് രുചി മാറുന്നു, അതിൻ്റെ ഗന്ധം നല്ല പ്രീതിപ്പെടുത്തുന്ന വാസനയായി മാറുന്നു, അതിന് ലഹരി പിടിപ്പിക്കുവാനുള്ള കഴിവായി വരുന്നു. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ നമ്മിലും മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും, നമ്മൾ പുതിയ സൃഷ്ടികളായി മാറും. നമുക്ക് അന്നോളം ഇല്ലാതിരുന്ന പുതിയ കഴിവുകൾ നമുക്ക് കൈവരും. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കുക തന്നെ വേണം. അതിന് ചെയ്യേണ്ടത് ഇതാണ്. മാതാവ് നൽകുന്ന നിർദ്ദേശം, അവൻ പറയുന്നത് ചെയ്യുവിൻ. യേശു പറയുന്നത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ യേശു നമ്മിൽ പ്രവർത്തിക്കും. യേശു നമ്മെ ആകെ മാറ്റിമറിക്കും. നമ്മൾ ജീവിതം അനുഗ്രഹീതമായിട്ട് തീരും. മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുകയും ചെയ്യും. തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ, ഉപകാരപ്രദമാക്കാൻ, വിജയപ്രദമാക്കാൻ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുക, പ്രവർത്തിക്കുവാൻ തയ്യാറാകുക. ഈ ഒരു പ്രത്യേകമായ അനുഗ്രഹം, ശക്തിവിശേഷം, ഒരു നല്ല ജീവിതത്തിൻ്റെ ആ ഒരു തുടക്കം ഇന്ന് നമുക്ക് കൈവരുവാനായി മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാതാവിലൂടെ നമ്മെ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ദിവ്യനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അങ്ങ് പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഞങ്ങളെ ഇന്ന് പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന നല്ല ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും കൂടെ കൂടി ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും പ്രത്യേകം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം
അവൻ പറയുന്നത് ചെയ്യുക എന്നുള്ള ആ നിർദ്ദേശം, ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് എന്നും പരിശുദ്ധമ്മയോടുകൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ അങ്ങയോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹം തീർച്ചയായും ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്ന് വിശ്രമിക്കുന്ന സമയം അന്ന് ഗസമീൻ തോട്ടത്തിൽ വെച്ച് ചോദിച്ചതുപോലെ 1 മണിക്കൂർ എന്നോടുകൂടി ഉണർന്നിരിക്കുവാൻ നിങ്ങൾ സാധിക്കുകയില്ലേ എന്ന ചോദ്യം കർത്താവെ ഞങ്ങളുടെ എളിയ രീതിയിൽ ഞങ്ങളിത് അതിനുത്തരമായി ഞങ്ങളെ തന്നെ അങ്ങേക്ക് നൽകുന്നു. ഈ 1 മണിക്കൂർ അങ്ങോടുകൂടി ആയിരിക്കുന്നതിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളും എന്തുമാത്രം ആശ്വാസ സാന്ത്വനങ്ങളുമാണ് ഞങ്ങൾ ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ കൂടുതൽ ആഴമായി മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങൾ ഈ നിമിഷം കർത്താവെ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങളുടെ ഭാരങ്ങളെയും ഞങ്ങളെ തന്നെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സൗഖ്യദായകമായ ആശ്വാസദായകമായ സ്പർശനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് തീവ്രമായി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ലഘൂകരിക്കപ്പെടുകയും ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നത് അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോഴാണ്. ആ വലിയൊരു ആത്മീയ അനുഭവം, സാന്ത്വനം, സന്തോഷം, ആശ്വാസം ഞങ്ങൾക്ക് നൽകുന്നതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ലവനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് തന്നെ ജനിപ്പിക്കുന്ന നല്ല ആഗ്രഹങ്ങളും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനങ്ങളും ഞങ്ങൾ തുടക്കം വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്പർശം
ഉണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പരാജയപ്പെടുകയില്ല, വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുന്ന ആ ദൈവീകമായ ശക്തി ഞങ്ങളിലേക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ ഇരു കൈകൾ നീട്ടിക്കൊണ്ട് ഞങ്ങൾക്കായി ഈ തിരുവോസ്തിയിൽ കാത്തിരിക്കുന്ന സ്നേഹസ്വരൂപനായ നല്ല യേശോയെ, ഈ രാത്രി ഈ മണിക്കൂർ അങ്ങയോടുകൂടി ചെലവഴിക്കുവാൻ വളരെ പ്രത്യേകമായൊരവസരം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും കൂടുതലായി അങ്ങിൽ ആശ്രയിക്കുവാനും അങ്ങയെ സമീപിക്കുവാനും അങ്ങയിൽ നിന്ന് ശക്തിയും സാന്ത്വനവും നേടുവാനും ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ അങ്ങിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും തക്കവിധം അങ്ങയെ സമീപിക്കുവാൻ, അങ്ങേ പക്കലേക്ക് കൂടിയണയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പക്കലേക്ക് ഞങ്ങളെ ആകർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം നോക്കും അവനുമായിട്ട് അവർത്തി ആരാധിക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിത പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് വരുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റിത്തരുവാൻ അവിടത്തേക്ക് നിസ്സാരമായിട്ട് സാധിക്കും. നമ്മൾ നമ്മെ തന്നെ അവിടുത്തെ ജീവിതത്തിൽ സമർപ്പിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരുത്തവുമായ ബോധ്യത്തോടുകൂടെ നമുക്ക് നമ്മെ തന്നെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാനായി മുട്ടുകുത്തി നിൽക്കാം. ഭക്തി വണങ്ങുക എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുന്നതിനായി നമ്മെ തന്നെ ഒരുക്കാം. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേയുടെ പീഡാനുഭവത്തിന് സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരുശരീരത്തിൻ്റെയും തിരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.